പോലീസുകാരൻ നിധിയെ അകത്തേക്ക് തന്നെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് സുധിയെ നിധിയെ ഒരുമിച്ച് നിർത്തിയിട്ട് സുധിയോട് ചോദിക്കും, ശരിക്കും ഇന്നലെ രാത്രി എന്താ ഉണ്ടായത്? ഉള്ള സത്യം പറയാൻ പറയും. സുധിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് പോലീസുകാരൻ സുധിയെ അടിക്കാൻ നോക്കുകയാണ്. ആ സമയത്ത് നിധി പറയും, എന്നെ ആരും തട്ടിക്കൊണ്ടു വന്നിട്ടില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വന്നതാണ്. ഇത് കേൾക്കുമ്പോൾ സൂര്യയ്ക്കും ദേഷ്യം വരും. സൂര്യ ദേഷ്യത്തോടെ നിധിയുടെ അടുത്തേക്ക് വരുമ്പോൾ നിധി സൂര്യയെ പിടിച്ച് തള്ളുകയാണ്. എന്നിട്ട് പറയും, താനൊരൊറ്റ ആളുകാരനാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. സൂര്യ നിധിയെ കുറ്റപ്പെടുത്തിയിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പറയാ, നിനക്ക് ഇവനെ ആദ്യയെ പരിചയമുണ്ടല്ലേ, അതുകൊണ്ടാണല്ലോ അന്ന് റോഡിൽ വെച്ച് ഇവനെ സപ്പോർട്ട് ചെയ്തത്. ഇതൊക്കെ കേട്ടിട്ട് നിധി ഒന്നും മിണ്ടില്ല. സുധി വന്ന് പോലീസിനോട് പറയും, കേട്ടില്ലേ സാർ, ഇതൊക്കെ ഇയാളുടെ സ്വഭാവം. ഇയാളെ എങ്ങനെ ഈ കുട്ടി കല്യാണം കഴിക്കുന്നത്? ഇയാളൊരു സൈക്കോ ആണ്. ഇത് കേട്ടിട്ട് നിധിയുടെ അച്ഛൻ സുധിയോട് പറയും, അവനെ എങ്ങനെയായാലും നിനക്കെന്താ, നീ ഇതിലൊന്നും ഇടപെടണ്ട, വേണ്ടി വന്നാൽ കൊന്നുകളയും നിന്നെ ഞാൻ. പോലീസിനോട് പറയും, ഇവൻ എന്തൊക്കെയോ പറഞ്ഞിട്ടേ എൻ്റെ മകളെ തട്ടിക്കൊണ്ടുവന്നതാ. പോലീസ് പറയും, എന്തൊക്കെയോ പറഞ്ഞിട്ടേ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. സൂര്യ പറയും, അങ്കിൾ നമുക്ക് സംസാരിച്ച് നിൽക്കാൻ നേരമില്ല, നമുക്ക് പോകണം എന്ന് പറയും. അരുൺ അവിടുന്ന് പതുക്കെ സൂര്യയെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. പുറത്ത് വന്നിട്ട് സൂര്യ നിധിയെ കുറ്റപ്പെടുത്തി പിന്നെ പറയാണ്, അവൾക്ക് അവൻ്റെ അടുത്ത് നിൽക്കാനാണ് ഇഷ്ടം. ഞാനടുത്തേക്ക് ചെന്നപ്പോഴേക്കും എന്നെ തള്ളി മാറ്റി, എന്നിട്ട് അവനോട് ഒട്ടി നിൽക്കുകയാണ്. അവൻ്റെ സ്റ്റാറ്റസ് എന്താ, എൻ്റെ സ്റ്റാറ്റസ് എന്താ? അരുൺ പറയും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അരുൺ ഉള്ളിലേക്ക് പോവാണ് സൂര്യയെ പുറത്ത് നിർത്തിയിട്ട്. പോലീസുകാരൻ മറ്റേ പോലീസുകാരനോട് സുധിയെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറയും. സുധിയെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഈ കാര്യത്തിനെ പറ്റി ചോദിക്കാൻ. സുധി പറയും, കണ്ടില്ലേ അവൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, ഒരു സൈക്കോ ആണ് ആള്. ആ കുട്ടിയെ അവിടെ അങ്ങനെ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. ആ കുട്ടി എന്നോട് സഹായിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു എന്ന് പറയും. ആ പോലീസുകാരൻ ചോദിക്കും, ശരിക്ക് നിങ്ങൾ തമ്മിൽ പ്രണയമല്ലേ, അതുകൊണ്ടല്ലേ ആ കുട്ടി ആ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത്? അത് കേൾക്കുമ്പോൾ മനസ്സ് സുധി പറയും, അത് സമ്മതിച്ചേക്കാം. എന്നിട്ട് സുധി പറയും, അതെ അതെ സാറും സംഭവം തന്നെ, സാറ് ഇത് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. പോലീസുകാരൊരു അഭിമാനത്തോടെ പറയും, ഈ കാക്കിക്കുള്ളിൽ കയറിയിട്ടേ 10-30 വർഷമായി, ഒരു മായവും ഈ ഒടിയൻ്റെ അടുത്ത് നടക്കില്ല. ഒരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് അവിടുത്തെ പെണ്ണിനെ വളച്ചുകൊണ്ട് വന്നതല്ലേ നീ? ഇത് കേൾക്കുമ്പോൾ സുധി അറിയും, സാർ അങ്ങനെയൊന്നും അല്ല, എനിക്ക് ആ കുട്ടിയോട് ഒരു ഇഷ്ടമുണ്ട്, പക്ഷേ അങ്ങനെ വിളിച്ചോടി വന്നതല്ല ഞങ്ങൾ, ആ കുട്ടിയെ ഞാൻ അവിടുന്ന് രക്ഷിച്ചതാണെന്നൊക്കെ പറയും. സാറിന് വിശ്വാസമില്ലെങ്കിൽ ആ സൂര്യയോട് ഒരു 5 മിനിറ്റ് സംസാരിച്ച് നോക്ക്, അപ്പോൾ സാറിന് മനസ്സിലാവും. സൂര്യ സ്റ്റേഷനിലേക്ക് കയറിയിട്ട് പിന്നെയും പറയാം, അങ്കിൾ ഇവിടെ എന്താ ചെയ്യുന്നത്? എനിക്കിങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുക, എല്ലാവരും അറിയുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോവാം. സുധി ആ പോലീസുകാരനോട് പറയും, സാറൊന്ന് അവനെ ശ്രദ്ധിച്ച് നോക്കിയേ. ആ പോലീസുകാരൻ അവനെങ്ങനെ നോക്കിയിട്ട് അയാൾ പറയും, ഇവൻ സൈക്കോ തന്നെയാ. പോലീസുകാരനും സുധിയും കൂടി നോക്കുന്നത് സൂര്യ കാണും. സൂര്യ സുധിയെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇവൻ തന്നെയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ്. എസ് ഐ പറയും, മാറിക്കോട്ടോ അങ്ങോട്ട് പറയും. സൂര്യ അവിടെ കസേരയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് പറയും, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. എന്നിട്ട് ഊഹിച്ചോരോ കഥകൾ പിന്നെയും പറയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന് നിധി അവിടെ ഷെൽഫിലിരുന്ന ഫയൽ എടുത്തിട്ട് സൂര്യയുടെ നേരെ എറിയാണ്. സൂര്യ അതെടുത്ത് തിരിച്ചറിയാൻ നോക്കുമ്പോൾ എല്ലാവരും കൂടി വന്ന് സൂര്യയെ പിടിച്ചു വെക്കും. പോലീസുകാരൻ നിധിയുടെ അച്ഛനോട് പറയും, നിങ്ങൾ നിങ്ങളുടെ മകളോട് ഒന്ന് സംസാരിക്കും, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. സുധി പറയും, ഈ വെളിവില്ലാത്തവൻ്റെ കൂടെ പറഞ്ഞയക്കരുത് സാർ. സൂര്യയ്ക്ക് ആരാണ് വെളിവില്ലാത്തതെന്ന് വെച്ചിട്ട് പിന്നെ വരികയാണ്. നിധിയുടെ അച്ഛൻ പറയും, ഇവളെ വിട്ടുകിട്ടാൻ ഞാൻ ആരെ കൊണ്ടേ വിളിപ്പിക്കേണ്ടത്? അജയെ കൊണ്ട് വിളിപ്പിക്കണം. പോലീസുകാരാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. സുധി പറയും, സാറേ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇനി നിങ്ങൾക്കാണ്. ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചത്. നിധിയുടെ അച്ഛൻ കോള് വിളിക്കാൻ നോക്കുമ്പോൾ പോലീസുകാരൻ പറയും, ഐജിയെ വിളിക്കാനാണെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കും, അതിനു മുമ്പ് മോളോടൊന്ന് സംസാരിക്കും. അരുണും അച്ഛനും കൂടി നിധിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയാണ്. നിധി അല്ലാന്ന് പറഞ്ഞിട്ടൊന്നും അവർ സമ്മതിക്കുന്നില്ല. പോലീസുകാരൻ എസ് ഐയോട് പറയാണ്, ആ കുട്ടിക്ക് അയാളെ ഇഷ്ടമല്ല, ഇവനെ ഇഷ്ടമെന്നൊക്കെ പറയും. എസ് ഐ സുധിയോട് പറയും, അവൾ തിരിച്ചു പോകുമെന്ന് തോന്നില്ലല്ലേ? സുധി പറയും, ഇല്ല സാർ എന്ന് പറയും. എങ്ങനെ ഉണ്ടാവും, നീയല്ലേ അവളുടെ കാമുകൻ? ആ പോലീസുകാരാണ്, ആ ചെക്കനെ എന്തോ ഒരു കുഴപ്പമുണ്ട്. എസ് ഐക്കും പെണ്ണിൻ്റെ അച്ഛൻ വലിയ ടീമാ, ഐ ജിയൊക്കെ ആയിട്ട് കണക്ഷനുള്ള ആളാ, ഒന്നും അന്വേഷിക്കാതൊക്കെ കെട്ടിച്ചു കൊടുക്കുമോ?